ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മൗനരാഗത്തിൽ സരയുവിന്റെ സ്വഭാവത്തിലൊക്കെ വളരെയധികം വ്യത്യാസങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സരയുവിനെ തന്റെ കുഞ്ഞിനെ ആ മനോഹറിന് കാണിച്ചു കൊടുത്തതിലുള്ള ദേഷ്യമാണുള്ളത്. അതും കല്യാണിയോട് തന്നെയാണ് ആ ഒരു ദേഷ്യമുള്ളത്. കിരണിനോട് അപ്പോഴും സഹതാപവും അതുപോലെ തന്നെ കിരണിനോട് എങ്ങുമില്ലാത്തൊരു സ്നേഹവുമാണ് അവൾക്ക് തോന്നുന്നത്. കിരൺ എന്ത് കുറ്റം ചെയ്തു കഴിഞ്ഞാലും കല്യാണിക്കൊപ്പം തന്നെയാണ് കിരണും തെറ്റ് ചെയ്തത്. പക്ഷെ അതൊക്കെ അവൾക്ക് ഒരു നിസ്സാരമായിട്ടും അതുപോലെ അതൊക്കെ അവൾ കണക്കിലെടുക്കാതെയുമാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും നമ്മുടെ സരയു ആണെങ്കിൽ കല്യാണിയെ മുഖ്യ ശത്രുവായി തന്നെ കാണുകയും അതുപോലെ ഇവന്റെ മനോഹറിനെ വെറുത്തിട്ട് കിരണിന്റെ മനസ്സിൽ ഇടം പിടിക്കാനുമാണ് ശ്രമിക്കുന്നത്. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ അവൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അവർ രണ്ടുപേരും ഷോപ്പിങ്ങിന് പോകുമ്പോൾ കുഞ്ഞിനുള്ള ഡ്രസ്സൊക്കെ ഇഷ്ടം പോലെ അവൻ വില നോക്കാതെ തന്നെ എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ അവൾ അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാൻ അനുഭവിക്കേണ്ട സുഖവും സൗകര്യങ്ങളൊക്കെ തന്നെയാണ് ഈ കല്യാണി അനുഭവിക്കുന്നത്. എൻ്റെ കയ്യിൽ വന്ന വീഴ്ചകളാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണമായത് എന്നൊക്കെ ഇങ്ങനെ അവളിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഒരിക്കലും ഞാൻ എൻ്റെ ഈ മുറച്ചെറുക്കനെ ഞാൻ അവൾക്ക് വിട്ടുകൊടുക്കില്ല, ഞാൻ ഇവൻ്റെ മനസ്സിൽ ഇടം പിടിക്കും എന്നൊക്കെ ഇങ്ങനെ അവൾ ഉറപ്പിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും കിരൺ ആണെങ്കിൽ സ്വന്തം സഹോദരിയെ പോലെ തന്നെയാണ് കാണുന്നത്. അവൾക്കായാലും സാരിയൊക്കെ അവൾക്ക് ഇഷ്ടപ്പെട്ട നിറത്തിലുള്ളത് ഇവൻ തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. നിനക്ക് ഈ സാരി നല്ല ഭംഗി ഉണ്ടാവും ഈ കളറിൽ എന്നൊക്കെ പറഞ്ഞിട്ട് 2 സാരിയൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ താര ആൻറ്റിക്കും അവൻ സാരി എടുത്തു കൊടുക്കുകയാണ്. അത് വിലയൊന്നും നോക്കാതെ തന്നെയാണ്. അതുപോലെ തന്നെ ഇവനിങ്ങനെ എടുക്കണ സമയത്ത് നമ്മുടെ സാരി പറയുന്നുണ്ട്, ഇത്രയൊന്നും വേണ്ടടാ എന്ന് പറയുന്നത്. അപ്പോൾ കിരണ് അത്ഭുതമായി തോന്നുകയാണ്. കാരണം ആദ്യത്തെ സരയുവാണെങ്കിൽ ലക്ഷമായാലും അത് 10,000-ങ്ങളായാലും ആ സാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അത് എടുക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ളത് ഇപ്പോൾ വില നോക്കി എടുക്കണ കാണുമ്പോൾ നമ്മുടെ കിരൺ അത്ഭുതമാവുന്നുണ്ട്. കിരൺ തന്നെ അവളോട് അത് തുറന്ന് പറയുകയും ചെയ്യുകയാണ്. എന്തായാലും കാര്യങ്ങളൊക്കെ ഈ കിരൺ വിചാരിക്കുന്നത് പോലെയല്ല. കിരൺ എന്തായാലും തൻ്റെ ഭാര്യയോടും തന്നോടുമുള്ള ദേഷ്യം സരയുവിന് മാറിക്കിട്ടിയല്ലോ എന്നൊരു ആശ്വാസത്തിലാണ് അങ്ങനെ നിൽക്കുന്നത്. ഇനി ഒരിക്കലും മനോഹറിൻ്റെ അരികിലേക്ക് നിന്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകില്ല എന്നൊക്കെ ഇങ്ങനെ വാക്കു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ താരയോട്, അതായത് സരയുവിൻ്റെ സ്വന്തം അമ്മയോട് സരയു ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. ആ അമ്മയുടെ മനസ്സിൽ അതങ്ങനെ കിടന്നിട്ട് ശ്വാസം മുട്ടുന്ന പോലെയാണ് തോന്നുന്നത്. തൻ്റെ മകൾ ചെയ്യുന്നത് വലിയൊരു അബദ്ധവും വലിയൊരു തെറ്റുമാണ് എന്ന് അറിയാം ആ അമ്മയ്ക്ക്. പക്ഷേ അത് തുറന്ന് മറ്റൊരാളോട് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കാരണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമ്മ എന്നുള്ള സ്ഥാനം ഞാൻ അങ്ങ് മറക്കും. പിന്നെ എൻ്റെ പെറ്റമ്മയായിട്ട് നിങ്ങൾക്കിവിടെ കഴിയാൻ സാധിക്കില്ല. ഞാൻ എന്തായാലും എനിക്ക് അപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നു വരും, നിങ്ങൾക്ക് ഒരിക്കലും എന്നെ പിടിച്ചാൽ കിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ കല്യാണിയെ ഇല്ലാതാക്കാൻ വേണ്ട കാര്യങ്ങളും നമ്മുടെ സരയു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും തന്നെ ഈ കല്യാണി അറിയുന്നില്ല. കല്യാണിയാണെങ്കിൽ സരയുവിന് ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തു എന്ന് കിരൺ വന്ന് പറയുമ്പോൾ എന്തായാലും സമാധാനമായി. അവൾക്ക് എന്നോടുള്ള ദേഷ്യം, കിരണേട്ടനുള്ള ദേഷ്യമൊക്കെ മാറിക്കിട്ടിയല്ലോ എന്നൊരു ആശ്വാസത്തിലാണ് ഈ പറയുന്ന കല്യാണി നിൽക്കുന്നത്. അതേ സമയത്താണെങ്കിൽ കല്യാണിയുടെ അച്ഛൻ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയിട്ട് വരികയാണ്, പ്രകാശൻ. അങ്ങനെ പ്രകാശന് മുറ്റത്തേക്ക് ഇറങ്ങി ഓടി വന്നിട്ട് 2 പെൺമക്കളും, അതായത് കാർത്തികയും കല്യാണിയും ഓടി വന്ന് സ്വീകരിക്കുകയാണ്. വാ അച്ഛ എന്ന് പറഞ്ഞിട്ട്. അച്ഛൻ ആശുപത്രിയിലായ കാര്യം ഞങ്ങൾ കുറച്ച് ദിവസത്തേന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ അങ്ങോട്ട് വരാൻ നിന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇല്ല മോളെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. എന്തായാലും ദിലീപ് കല്യാണത്തിന് സമ്മതിച്ചല്ലോ, അത് വലിയൊരു ആശ്വാസം തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്തായാലും ദിലീപിനെ വിളിച്ചായിരുന്നു. അപ്പോൾ ദിലീപിനോട് ഞാൻ പറഞ്ഞത്, കാർത്തിക മോളെ വിവാഹം കഴിച്ചിട്ട് മോൻ്റെ ജീവിതം അത് ജീവൻ ആപത്താക്കണ്ട, മോൻ ആ വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞണെങ്കിൽ ഒഴിഞ്ഞോ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അപ്പോൾ എന്നോട് ദിലീപ് മോൻ എന്നോട് പറഞ്ഞത്, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല, അങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ കൊലയാളി അവൻ രക്ഷപ്പെടും, അവൻ ജയിക്കും, അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല എന്ന് എന്നോട് പറഞ്ഞു. അവൻ എന്തായാലും നല്ലൊരു കുട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ പ്രകാശൻ കാർത്തികയോട് പറയുന്നുണ്ട്. എന്തായാലും ദിലീപിൻ്റെ അച്ഛൻ്റെ കർമ്മങ്ങളെല്ലാം തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്തായാലും ദിലീപ് ആ ഒരു വിവാഹത്തിനോടനുബന്ധിച്ച കാര്യങ്ങൾക്കെല്ലാം ചെയ്യുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം തന്നെ, അതായത് നാളെ തന്നെ കല്യാണം എന്ന് എല്ലാവരോടും പറഞ്ഞ് ഉറപ്പിക്കുകയും അതുപോലെ ആരും വലിയ ആൾക്കൂട്ടമൊന്നും ഇല്ലാതെ ആരോടും അധികമൊന്നും അടുത്ത ബന്ധുക്കളൊന്നും മാത്രം അറിയിച്ചുകൊണ്ട് ബാക്കി ആരെയും അറിയിക്കാതെ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അവരെല്ലാവരും ചേർന്നിട്ട്.
ശേഷമാണെങ്കിൽ ദിലീപ് കാർത്തികയെ വിളിക്കുന്നുണ്ട്. ദിലീപ് പറയുകയാണ് നാളെ തന്നെ നമ്മുടെ വിവാഹം നടക്കാൻ പോകുകയാണ്, ഇനി ഇത് അങ്ങോട്ട് മാറ്റുകയൊന്നും വേണ്ട, നമുക്ക് വരണോടത്ത് വെച്ച് കാണാം. അവൻ എന്തായാലും എനിക്ക് അവന്റെ ലക്ഷ്യങ്ങളൊക്കെ എനിക്ക് തകർക്കണം, അതുപോലെ തന്നെ എൻ്റെ അച്ഛനെ കൊന്ന് അവനെ എനിക്ക് തോൽപ്പിക്കണം, അത് എൻ്റെ ഒരു വാശി തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ കാർത്തികോട് വിളിച്ച് പറയുന്നുണ്ട്. കല്യാണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവരും ചെയ്യുന്നുണ്ട്, അതീവ രഹസ്യമായി തന്നെയാണ്. എന്തായാലും ഗംഗ ഇതുവരെ അറിഞ്ഞിട്ടില്ല കല്യാണം നടക്കാൻ പോകുന്ന കാര്യം. അതിനുശേഷമാണെങ്കിൽ എല്ലാവരും നല്ല സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി അമ്മ ഈ പറയുന്ന കാർത്തികയോട് പറയുന്നുണ്ട്, മോളെ കല്യാണമൊക്കെ അതീവ രഹസ്യമായി തന്നെയാണ് നടക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യം പോലീസിനെ അറിയിക്കാനും പറ്റില്ല, പോലീസൊന്നും ഉണ്ടായിരിക്കില്ല കല്യാണത്തിന്, അതുകൊണ്ട് എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല, പോലീസ് ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട്. എന്തായാലും എൻ്റെ മോളുടെ വിവാഹം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി, അത് കഴിഞ്ഞിട്ടുള്ള കാര്യം പിന്നെ അവന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യോ എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ വന്നാൽ മതിയല്ലോ, ഇപ്പം തൽക്കാലം കല്യാണം നടക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മി അമ്മയും പറയുകയാണ്. എന്തായാലും പ്രകാശൻ കാർത്തികയുടെ വിവാഹത്തോടനുബന്ധിച്ച് നല്ല ഉഷാറിൽ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പ്രകാശന് നല്ല സന്തോഷം തന്നെയാണ്, തൻ്റെ മകളുടെ വിവാഹം കൈ പിടിച്ചു കൊടുക്കാൻ പോകുന്ന ഒരു സന്തോഷത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഗംഗപ്രസാദ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, അതായത് നാട്ടിലെ എന്തൊക്കെയാണ് നടക്കുന്നത്, കാർത്തികയുടെ വീട്ടിൽ ഇപ്പോൾ ആരൊക്കെയുണ്ട്, അവിടെ എന്താണ് ഇപ്പോഴത്തെ വിശേഷം എന്നൊക്കെ അറിയാനായിട്ട് നാട്ടിലുള്ള അവൻ്റെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ, അപ്പം അതുകൊണ്ട് അവരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവർ അവിടെ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം അവിടെ ഒരു വിവാഹം നടക്കാൻ പോകുന്നു എന്ന് മണത്തറിയുന്നുണ്ട് അവൻ്റെ കൂട്ടുകാരൻ. അങ്ങനെ അവൻ ആ കൂട്ടുകാരൻ നമ്മുടെ ഗംഗയോട് ചെന്ന് വിവരം പറയുകയാണ്. അവിടെ ഒരു കല്യാണം നടക്കാൻ പോകുന്നുണ്ട്, കാർത്തികയുടെ തന്നെയാവും കല്യാണം നടക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഗംഗപ്രസാദ് പറയുന്നുണ്ട്, അത് ശരി, നമ്മളറിയാതെ രഹസ്യമായി കല്യാണം നടത്താൻ പോവുകയാണോ? എന്തായാലും അവൻ ആ ദിലീപ് എന്ന് പറയുന്നവൻ കല്യാണത്തിൽ നിന്ന് പിന്മാറി, ഇപ്പം ആരാണാവോ അടുത്ത വരൻ, ഇത്ര പെട്ടെന്ന് ആരാണ് ഇത്രയും സമയം കൊണ്ട് അവളെ കല്യാണം കഴിക്കാനായിട്ട് ഇത്ര ധൈര്യശാലി ആരാ വന്നിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഗംഗയും അങ്ങനെ അറിയുകയാണ് കല്യാണത്തിൻ്റെ. എന്തായാലും നമ്മുടെ നമ്മുടെ ദിലീപ് കാർത്തികയുടെ കഴുത്തിൽ താലി കെട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതൊരു കടപ്പുറത്ത് വെച്ചിട്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അതൊരു പക്ഷേ ആരുടെയെങ്കിലും സ്വപ്നമാകാനാണ് സാധ്യത, കാരണം കടപ്പുറത്ത് വെച്ചിട്ടൊന്നും അങ്ങനെ കല്യാണം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് ഒരു പക്ഷേ നമ്മുടെ പ്രകാശിൻ്റെയോ അല്ലെങ്കിൽ ഗംഗയുടെയോ ആരെങ്കിലുടെയോ ഒരു സ്വപ്നമാവും അങ്ങനെ ഒരു കല്യാണം നടക്കുന്നത്. എന്തായാലും അതിനുശേഷമാണെങ്കിൽ എന്തായാലും കല്യാണം തന്നെ സരയുവാണെങ്കിൽ കല്യാണിയെ അകറ്റിയിട്ട് ഈ പറയുന്ന കിരണിനെ സ്വന്തം ഭർത്താവായി കാണാനും അതുപോലെ തൻ്റെ മകൾക്ക് മാമനല്ല സ്വന്തം മകളെ കൊണ്ട് അച്ഛ എന്ന് വിളിപ്പിക്കാനുമുള്ള പദ്ധതിയൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.